നമസ്കാരം. സൂര്യദീപം അസ്ട്രോളജിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് ഇവിടെ സംസാരിക്കുന്ന വിഷയം രേവതി നക്ഷത്രത്തെ കുറിച്ചാണ്. രേവതി നക്ഷത്രക്കാരുടെ മെയ് മാസം 20-ാം തീയതി മുതൽ 31-ാം തീയതി വരെയുള്ള ജാതക ഫലമാണ് പറയുന്നത്. ഇന്ത്യൻ അസ്ട്രോളജി പ്രകാരമുള്ള ഫലങ്ങളാണ് ഇവിടെ പറയുന്നത്. ഇത് രേവതി നക്ഷത്രക്കാരുടെ പൊതുവായിട്ടുള്ള ഒരു ഫലമായതുകൊണ്ട് സ്ത്രീ പുരുഷ ഭേദമന്യേ ഇത് എല്ലാവർക്കും ഒരുപോലെ ബാധകമാണ്. അപ്പോൾ ഈ ഫലത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമ്മളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ വീഡിയോകൾക്ക് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം തന്നെ നമ്മളുടെ പൂജയിലുള്ള പ്രാർത്ഥനയിൽ നിങ്ങളെ ഉൾപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേര്, നക്ഷത്രം, ജന്മവർഷം, തീയതി എന്നിവ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. തീർച്ചയായിട്ടും പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും. അപ്പോൾ ഈ രേവതി നക്ഷത്രക്കാരുടെ ഫലത്തിലേക്ക് കടക്കുമ്പോൾ രേവതി നക്ഷത്രക്കാർക്ക് എല്ലാ കാര്യങ്ങളും ചെയ്യുമ്പോൾ പ്രാരംഭത്തിൽ ഒരു തടസ്സം അനുഭവപ്പെടും ഈ സമയത്ത്. പക്ഷെങ്കിൽ അന്തിമമായിട്ട് നിങ്ങൾക്ക് വിജയമുണ്ടാകും. അതായത് ഒരു പരിശ്രമം ഇച്ചിരി കൂടുതൽ വേണ്ടി ഒരു സമീപനം നിങ്ങൾ ഉൾക്കൊള്ളേണ്ടതാണ്. നിങ്ങളുടെ ഒരു സജീവ സാന്നിധ്യത്തിൽ നിങ്ങളുടെ ബിസിനസ്സിലൊക്കെ ഉണ്ടായിരുന്ന അനിശ്ചിതാവസ്ഥയൊക്കെ മാറുന്നതാണ്. നിങ്ങൾക്ക് ഇപ്പോൾ ഉണ്ടായിരുന്ന ഒരു സ്വയം തൊഴിൽ അല്ലെങ്കിൽ ചെറിയ ഒരു ബിസിനസ്സിലൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് നന്നായിട്ട് ശ്രദ്ധിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. എന്നാൽ ഈ സമയം നിങ്ങൾ നന്നായിട്ടൊന്ന് ശ്രദ്ധിക്കുകയാണെങ്കിൽ അതിനുണ്ടായിരുന്ന ചില പൊരുത്തക്കേടുകളൊക്കെ മാറി അത് നിങ്ങൾക്ക് വൻ ലാഭത്തിൽ കൊണ്ടുപോകാൻ കഴിയുന്നതാണ്. അതുപോലെ തന്നെ തൊഴിലിലും നിങ്ങൾക്കുണ്ടായിരുന്ന അനിശ്ചിതാവസ്ഥയൊക്കെ മാറും. ചിലരുടെയൊക്കെ തൊഴിലൊക്കെ സ്ഥിരപ്പെടാനുള്ള ഒരു സാധ്യതയൊക്കെ കാണുന്നുണ്ട്. താൽക്കാലിക ജീവനക്കാരുടെയൊക്കെ തൊഴിലുകളൊക്കെ സ്ഥിരപ്പെടാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. വാഹനങ്ങളൊക്കെ മാറ്റി വാങ്ങുന്ന ഒരു സമയമാണ്. വാഹന ഭാഗ്യമൊക്കെ വരുന്നുണ്ട്. അതുപോലെ തന്നെ ലോട്ടറി ഭാഗ്യവും നിങ്ങൾക്ക് വരുന്നുണ്ട്. ഭാഗ്യക്കുറികളിലൊക്കെ ഭാഗ്യം നിങ്ങൾക്ക് അനുകൂലമായി വന്ന് ഭവിക്കുന്നതാണ്. ദാമ്പത്തിക ജീവിതത്തിലുണ്ടായിരുന്ന വിള്ളലുകളൊക്കെ മാറിക്കിട്ടുന്നതാണ്. ഈ സമയത്ത് വിവാഹത്തിന് തടസ്സമുണ്ടായിരുന്നൊക്കെ ഒന്ന് മാറുന്നതാണ്. അതുകൊണ്ട് വിവാഹ കാര്യത്തിൽ തീരുമാനമാകാതെ നിൽക്കുന്നവരൊക്കെ ഈ സമയത്തൊന്ന് പരിശ്രമിക്കുന്നത് വളരെ നല്ലതാണ്. വിദ്യാർത്ഥികളെ സംബന്ധിച്ച് നിലവിലുള്ള പാഠ്യപദ്ധതിയൊക്കെ ഉപേക്ഷിക്കും. അതായത് നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത ചില പാഠ്യപദ്ധതികളിലൊക്കെ നിങ്ങൾ ചേർന്നിട്ടുണ്ട്. അതൊക്കെ ഉപേക്ഷിച്ച് നിങ്ങൾക്ക് തൃപ്തമായിട്ടുള്ള വിഷയത്തിൽ നിങ്ങൾ പഠനത്തിന് ചേരുന്നതാണ്. അത് നിങ്ങൾക്ക് വിജയകരമായിട്ട് പൂർത്തിയാക്കാൻ സാധിക്കുകയും ചെയ്യുന്നതാണ്. പുരോഗതി ഇല്ലാതെ കിടക്കുന്ന ഭവനമൊക്കെ നിങ്ങൾക്ക് വിൽക്കുവാനുള്ള ഒരു ഉദ്ദേശമൊക്കെ വരുന്നതാണ്. അത് പുരോഗതി ഇല്ല എങ്കിൽ വിൽക്കുക തന്നെ ചെയ്യണം. വീണ്ടും പുതിയൊരു ഭവനമൊക്കെ വാങ്ങുവാനുള്ള ഒരു അവസരവും വന്നു ചേരുന്നുണ്ട്. കുടുംബ ജീവിതത്തിൽ കൂടുതൽ സന്തോഷകരമായിട്ടുള്ള അന്തരീക്ഷമൊക്കെ സംജാതമാകുന്നതാണ്. കക്ഷി രാഷ്ട്രീയ പ്രവർത്തന രംഗത്തൊക്കെ ഉള്ളവർക്ക് വളരെയധികം സജീവമായിട്ട് പ്രവർത്തിക്കാൻ കഴിയുകയും പുതിയ അധികാരങ്ങളൊക്കെ നിങ്ങളിലേക്ക് വന്നു ചേരുകയും ചെയ്യുന്നതാണ്. ചില കൂട്ടുകെട്ടുകളൊക്കെ നിങ്ങളെ കൊണ്ടുചെന്ന് അബദ്ധത്തിൽ ചാടിക്കുന്നുണ്ട്. അങ്ങനെയുള്ള കൂട്ടുകെട്ടുകളിൽ അബദ്ധങ്ങൾ ഉണ്ടാവാതെ ഒന്ന് നോക്കേണ്ടതാണ്. അതുപോലെ തന്നെ ബന്ധുക്കളൊക്കെ ചില വിരോധികളായിട്ട് തീരുവാനുള്ള ഒരു സാധ്യതയും ഇവിടെ കാണുന്നുണ്ട്. അതും ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. നിങ്ങളുടെ ജോലി സ്ഥലത്ത് മേലധികാരികളുടെ തെറ്റിദ്ധാരണയൊക്കെ ഒഴിവാക്കാനായിട്ട് വ്യക്തമായിട്ടുള്ള വിശദീകരണമൊക്കെ നിങ്ങൾ നൽകുന്നതാണ്. ഭിന്ന അഭിപ്രായങ്ങളൊക്കെ ഏകോപിപ്പിക്കാനായിട്ട് അശ്രാന്ത പരിശ്രമമൊക്കെ നിങ്ങൾക്ക് വേണ്ടി വരുന്നതാണ്. നിങ്ങളുടെ ചില നേതൃത്വ പാഠവും കൊണ്ട് ചില ആളുകളൊക്കെ ഭിന്നിച്ചു നിന്നവരെയൊക്കെ ഒന്നു ചേർക്കുവാനായിട്ട് നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. ആഡംബര വസ്തുക്കളൊക്കെ നിങ്ങൾ പുതുതായിട്ട് വാങ്ങുന്നതാണ്. അതുകൊണ്ട് തന്നെ പണച്ചെലവ് ഏറുന്നതാണ്. നിങ്ങൾക്ക് വരുമാനം ഈ സമയത്ത് കൂടുന്നുണ്ട്. അതുപോലെ തന്നെ പണച്ചെലവും ഏറുന്നുണ്ട്. അതൊന്നും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. വർഷങ്ങളായിട്ട് പൂട്ടിക്കിടന്ന അല്ലെങ്കിൽ അതപ്പതിച്ച് കിടന്ന ചില പ്രവർത്തന മേഖലകളൊക്കെ നിങ്ങൾ തന്നെ തുടങ്ങി അത് പൂട്ടിപ്പോയ മേഖലകളൊക്കെ നിങ്ങൾക്ക് ഈ സമയത്ത് തുറന്ന് പ്രവർത്തിപ്പിക്കുവാൻ സാധിക്കുന്നതാണ്. നിങ്ങളുടെ ഈ സമയത്ത് നിങ്ങൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ അശ്രദ്ധ ഒഴിവാക്കുക എന്നുള്ളതാണ്. ചില വീഴ്ചകൾ കൊണ്ട് മുറിവ് ചതവുകളൊക്കെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ രോഗകാര്യങ്ങളിലൊക്കെ ഇച്ചിരി മൂർച്ഛിക്കാൻ സാധ്യതയുണ്ട്. മെയ് 25-ന് ശേഷം അതൊന്ന് ശ്രദ്ധിക്കണം. രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്നവര് പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം. നിങ്ങളുടെ അശ്രദ്ധ മൂലം ചില വീഴ്ചകളൊക്കെ നിങ്ങളുടെ ആരോഗ്യ കാര്യത്തിൽ സംഭവിക്കുന്നുണ്ട്. ഇത് രേവതി നക്ഷത്രക്കാരുടെ ഒരു പൊതുവായിട്ടുള്ള ഫലമാണ്. ഇത് ഒരു ഗുണദോഷ സമ്മിശ്ര ഫലമാണെങ്കിലും ഗുണങ്ങള് സ്വല്പം ഏറെയുള്ള ഫലങ്ങളാണ്. ഈ സമയത്ത് പ്രാർത്ഥനയോടെ മുന്നോട്ട് പോവുകയാണെങ്കിൽ കുറെ കാര്യങ്ങൾ നമ്മൾക്ക് അനുകൂലമാക്കി മാറ്റാൻ കഴിയുന്നതാണ്. അപ്പോൾ ഇത് രേവതി നക്ഷത്രക്കാരുടെ ഒരു പൊതുവായിട്ടുള്ള ഫലമായതുകൊണ്ട് തന്നെ നിങ്ങളുടെ ജന്മസമയം അനുസരിച്ച് ഇതിൽ ഏറ്റക്കുറച്ചിലുകളൊക്കെ ഉണ്ടാവാവുന്നതാണ്. എന്നിരുന്നാലും ഒരു രീതിയിൽ അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ നിങ്ങൾക്ക് ഈ ഫലം വന്ന് ഭവിക്കുന്നതാണ്. അപ്പോൾ ഇതുപോലെയുള്ള അറിവുകൾക്കും വിശേഷങ്ങൾക്കുമായിട്ട് നമ്മളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.